ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും അധികം സെയിൽസ് വന്നിട്ടുള്ള ടോപ്പ് 10 എസ് യു വിസിനെ പറ്റിയാണ്. ഇനിയിപ്പം അധികം വൈകാതെ തന്നെ നമുക്ക് ഈ ഒരു എസ് യു വി സെഗ്മെൻറ്റിലേക്ക് കൂപ്പ എസ് യു വിസ് ഒക്കെ വന്നു തുടങ്ങും. ഇപ്പം എന്തായാലും അതില്ല. ആൻഡ് അതുകൊണ്ട് തന്നെ 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മഹീന്ദ്രയുടെ XUV 3X ആണ്. ഈ വണ്ടി ഇറങ്ങിയിട്ട് ഇപ്പോൾ ജസ്റ്റ് 2 മാസമായിട്ടേ ഉള്ളൂ. അത്യാവശ്യം നല്ല സെയിലാണ് ഈ ഒരു വാഹനത്തിന് ഇപ്പോൾ കിട്ടുന്നത്. ഇതിനു മുമ്പ് 300 വരുന്ന സമയത്ത് ഒരു മാസം 4000 to 5000 വരെയൊക്കെ ഇതിന് കഷ്ടിച്ച് സെയിൽസ് ഉണ്ടായിരുന്നുള്ളൂ. ചില മാസങ്ങളിൽ 3000 വരെയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തായാലും 3X വന്ന സമയത്ത് ഇപ്പോൾ കഴിഞ്ഞതിന് മുന്നത്തെ മാസം 10000 വണ്ടികളുടെ സെയിൽ കിട്ടിയതാണ്. കഴിഞ്ഞ മാസം 8500 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയിരിക്കുന്നത്. 1500 വണ്ടികളുടെ വ്യത്യാസമുണ്ട്. 15% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ടോട്ടൽ 6 വാഹനങ്ങൾക്ക് ഡീഗ്രോത്ത് ഉണ്ട്. അതിൻ്റെ അകത്ത് തന്നെ സെക്കൻഡ് ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വണ്ടി കൂടിയാണ് നമ്മുടെ XUV 3X. പക്ഷെ എന്നാൽ പോലും പണ്ടത്തെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇത് നന്നായിട്ട് തന്നെ ഇപ്പോൾ ഇമ്പ്രൂവ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു റീസൺ മഹീന്ദ്രൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഒക്കെ കൂട്ടിയതുകൊണ്ടും കൂടി ആയിരിക്കും. എന്തായാലും 3X രക്ഷപ്പെട്ടു. ഇനി 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ ഗ്രാൻഡ് വിറ്റാരയാണ്. ഗ്രാൻഡ് വിറ്റാരയുടെ സെയിൽസ് വളരെ കൺസിസ്റ്റൻ്റ് ആണ്. കഴിഞ്ഞ മാസം 9679 വാഹനങ്ങളുടെ സെയിൽസ് ആണ് ലഭിച്ചത്. മെയ് മാസത്തിൽ, അതായത് മന്ത് ഓൺ മന്ത് ബേസിൽ നോക്കുമ്പോൾ 9736 വാഹനങ്ങളുടെ സെയിൽസ് ആയിരുന്നു കഴിഞ്ഞതിൻ്റെ മുന്നത്തെ മാസം ലഭിച്ചത്. എന്ന് വെച്ചാൽ നമുക്ക് ഡിഫറൻസ് വരുന്നത് ജസ്റ്റ് 57 വാഹനങ്ങളുടെയാണ്. സംഭവം പറഞ്ഞു വരുമ്പോൾ ചെറിയ ഡീഗ്രോത്ത് എന്നൊക്കെ പറയാം. പക്ഷെ അതിപ്പോൾ ഡീഗ്രോത്ത് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം 0.59% ഡീഗ്രോത്ത് റേറ്റ് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. അതൊരു ഡീഗ്രോത്ത് റേറ്റ് അല്ല നമ്മളൊരു പരിധിയിൽ നോക്കുകയാണെങ്കിൽ. പിന്നെ ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനം ഗ്രാൻഡ് വിറ്റാര തന്നെയാണ്. ഇതിന് പിന്നെ ചില മാസങ്ങളിലൊക്കെ 11,000 12,000 റേഞ്ചിലൊക്കെ സെയിൽ പോയതാണ്. ഇപ്പോൾ അത്രയൊന്നും സെയിൽ പോകുന്നില്ലെങ്കിലും 10,000 അടുത്തൊക്കെ ആയിട്ടാണ് ഇതിങ്ങനെ പിടിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നത്. ഇനി അടുത്ത വാഹനം നമ്മുടെ മാരുതി സുസുക്കി തന്നെയാണ്. ഫ്രോങ്സ് ആണ് 8th പൊസിഷനിൽ നിൽക്കുന്നത്. ഈ വണ്ടി ഇനീഷ്യലി ഇറക്കിയ സമയത്തൊക്കെ അത്യാവശ്യം ഒരു 8000 റേഞ്ചിലേക്ക് നിന്ന വണ്ടിയാണ്. അത് കഴിഞ്ഞ് പിന്നെ 10,000 മുകളിലേക്ക് പോയി. പിന്നെ 14,000 12,000 ആ റേഞ്ചിലേക്കൊക്കെ പോയി. കഴിഞ്ഞ മാസം പക്ഷേ എന്തായാലും സെയിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. 9688 വാഹനങ്ങളുടെ സെയിൽസ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. മെയ് മാസത്തിൽ 12,681 വാഹനങ്ങളുടെ സെയിൽ ലഭിച്ചതാണ്. അതായത് 2,993 വാഹനങ്ങളുടെ വ്യത്യാസമുണ്ട്. 23.6% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വണ്ടി കൂടിയാണ് കഴിഞ്ഞ മാസം ഫ്രോങ്സ്. ഇതുവരെ അത്യാവശ്യം നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു സെയിൽസിൽ. പെട്ടെന്ന് എന്തോ പറ്റി നന്നായിട്ട് സെയിൽ കുറഞ്ഞിട്ടുണ്ട്. ചിലപ്പം അവർ ബാക്കിയുള്ള വണ്ടികൾ സെയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി വല്ലതും പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തിയായിരിക്കും. പക്ഷേ എന്തായാലും സെയിൽ കമ്പാരിറ്റീവ്ലി കുറഞ്ഞിട്ടുണ്ട്. ഇനി 7th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വണ്ടി നമ്മുടെ കിയയുടെ സോണറ്റ് ആണ്. സെൽട്ടോസ് ഈ ലിസ്റ്റിലൊന്നുമില്ല. സെൽട്ടോസിന് കഴിഞ്ഞ മാസം സെയിൽസ് 6000 താഴെയായിരുന്നു. പക്ഷേ സോണറ്റിന് കഴിഞ്ഞ മാസം 9816 വാഹനങ്ങളുടെ സെയിൽസ് കിട്ടിയിട്ടുണ്ട്. മെയ് മാസത്തിൽ 7433 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് 2383 വാഹനങ്ങളുടെ ഗ്രോത്ത് വന്നിട്ടുണ്ട്. 32.06% ആണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ഗ്രോത്ത് റേറ്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ ലിസ്റ്റിൽ നമുക്ക് 4 വണ്ടികൾക്കാണ് ഗ്രോത്ത് ഉള്ളത്. അതിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് കിയയുടെ സോണറ്റ്. പിന്നെ കിയയുടെ ഒരു പൊതുവെയുള്ള പരിപാടി അനുസരിച്ച് അവർ സെൽട്ടോസിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാണ്, സോണറ്റിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടും. പിന്നെ ചില സമയത്തൊക്കെ നേരെ തിരിച്ചും വരാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഡിഫറൻസ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും വലിയ ഡിഫറൻസ് ശരിക്കും സോണറ്റ് ഇത്രയും വിൽക്കുന്നു, സെൽട്ടോസ് ശേഷം ഒരു കുറവ് വിൽക്കുന്നു എന്നുള്ള ഒരു ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെയാണ് പൊതുവെ സംഭവിക്കാറുള്ളത്. ഇനി അടുത്തതായി 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ സോണറ്റ് ബേസ്ഡ് ആയിട്ടുള്ള SUV, ഓർ ആക്ച്വലി വെന്യൂ ബേസ്ഡ് ആയിട്ടാണ് സോണറ്റ് വന്നതെന്ന് പറയുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഇതിന് കഴിഞ്ഞ മാസം വെന്യൂവിന് കഴിഞ്ഞ മാസം 9890 വാഹനങ്ങളുടെ സെയിൽസാണ് കിട്ടിയത്. മെയ് മാസത്തിലും 9327 വാഹനങ്ങളുടെ സെയിൽസ് കിട്ടിയതായിരുന്നു. വലിയ വ്യത്യാസമൊന്നുമില്ല, 563 വാഹനങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ വന്നിരിക്കുന്ന വ്യത്യാസം ഗ്രോത്താണ്. 6.04% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. നമ്മൾ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് വെന്യൂ. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ വെന്യൂവിനും കുഴപ്പമില്ല. ഇതിന് പിന്നെ ആദ്യമൊക്കെ കുറച്ച് സെയിൽ കുറവായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 2021 ഒരു ഫേസ് ലിഫ്റ്റ് ഉണ്ടെന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇതുവരെ പ്രത്യേകിച്ചും ചെയ്തിട്ടില്ല. എന്നാലും ആ ഒരു ഫേസ് ലിഫ്റ്റ് തന്നെ അത്യാവശ്യം വണ്ടിയുടെ സെയിൽസ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റിയായിരുന്നു. ഇപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ കുറച്ച് പിന്നെ അവർ ഇതിന് അഡ്വാൻസ്ഡ് റെസിസ്റ്റൻസ് സിസ്റ്റം ഒക്കെ കൊടുത്തായിരുന്നു. ഇനി അടുത്തതായി 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ടാറ്റയുടെ നെക്സോൺ ആണ്. ഈ നെക്സോൺ ബാക്കി വെന്യൂ സോണറ്റ് ഈ വണ്ടികളൊക്കെ ഓവർടേക്ക് ചെയ്ത് കയറിയെങ്കിലും മിക്ക മാസങ്ങളിൽ ഇത് ബ്രസയൊക്കെ ഓവർടേക്ക് ചെയ്ത് മുന്നിൽ കയറാറുള്ളതാണ്. ആൻഡ് ചില മാസങ്ങളിലൊക്കെ പഞ്ചിലും മുകളിൽ നിന്നൊരു വണ്ടിയായിരുന്നു നെക്സോൺ. പക്ഷേ ഇപ്പോൾ എന്തായാലും നെക്സോണിൻ്റെ സെയിൽ പണ്ടത്തെ ആ ഒരു ഇതിൽ നിന്ന് നന്നായിട്ട് താഴേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ മാസം കമ്പാരിറ്റീവ്ലി മന്ത് ഓൺ മന്തിൽ കുറച്ചുകൂടി ഡിഫറൻസ് കൂടുകയാണ് ചെയ്തത്. എന്തായാലും കഴിഞ്ഞ മാസം 12,066 വാഹനങ്ങളുടെ സെയിൽ കിട്ടി. മെയ് മാസത്തിൽ 11,457 വാഹനങ്ങൾ സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് വളരെ കുറവായിരുന്നു പൊതുവെയുള്ള ഇതിന് മുമ്പത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ. കാരണം ഇതിന് മുമ്പ് നെക്സോൺ 14,000 15,000 16,000 റേഞ്ച് വരെയൊക്കെ കയറിയിട്ടുള്ള വണ്ടിയാണ് നെക്സോൺ. അവിടെ നിന്നാണ് ഇത്രയും താഴേക്ക് വന്നത്. വ്യത്യാസം 609 വാഹനങ്ങളുടെയാണ്. അതുപോലെ തന്നെ ഗ്രോത്ത് റേറ്റ്
റേറ്റ് വന്നിരിക്കുന്ന 5.32% ആണ്. സംഭവം ഗ്രോത്ത് ആണെങ്കിലും ഈ ലിസ്റ്റിൽ പറയുകയാണെങ്കിൽ ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വണ്ടി കൂടിയാണ് നമ്മുടെ നെക്സോൺ. ഇനി 4th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം സ്കോർപിയോ ആണ്. സ്കോർപിയോ എന്നും സ്കോർപിയോ ക്ലാസിക്കും രണ്ടും ഉണ്ട്. ഞാനിത് എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, വീണ്ടും പറയുന്നു, അല്ലെങ്കിൽ പിന്നെ കൺഫ്യൂഷൻ ആവുമല്ലോ. ഇതിന് രണ്ടിനും കൂടെ കഴിഞ്ഞ മാസം 12,307 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. മെയ് മാസത്തിൽ 13,717 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. ഈ വണ്ടിക്കും ഇതിനു മുമ്പ് 14,000 15,000 ആ റേഞ്ചിലൊക്കെ സെയിൽ കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അവിടുന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു ഇത്തിരി താഴേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ വണ്ടികളുടെയൊക്കെ പ്രൈസൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് താഴേക്ക് വന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ സെയിൽ തന്നെ അത്യാവശ്യം നല്ലതാണ്. വ്യത്യാസം 1,410 വാഹനങ്ങളുടെയും അതുപോലെ ഡീഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്നത് 10.28% ആണ്. നമ്മളിപ്പോൾ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടി കൂടിയാണ് സ്കോർപിയോ സീരീസിലുള്ള വണ്ടികൾ. അതായത് ഫസ്റ്റ് ഫ്രോങ്സ്, സെക്കൻഡ് 3XO, തേർഡ് നമ്മുടെ ഈ സ്കോർപിയോ ആണ് വന്നിരിക്കുന്നത്. രണ്ട് വണ്ടികളിൽ ഡീഗ്രോത്ത് റേറ്റ് കൂടുതൽ വന്നിരിക്കുന്നതിൽ മഹീന്ദ്രയുടെ ഉണ്ട്. ഇനി അടുത്തതായി 3rd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ബ്രസയാണ്. ബ്രസയ്ക്ക് കഴിഞ്ഞ മാസം 13,172 വാഹനങ്ങൾ സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ വണ്ടിയുടെ സെയിൽ നന്നായിട്ട് കുറഞ്ഞു. കാരണം ഇതും ചില മാസങ്ങളിലൊക്കെ 16,000 15,000 റേഞ്ചിലൊക്കെ നിന്നതാണ്. മെയ് മാസത്തിലും അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തിരി കുറവായിരുന്നു. 14,186 വാഹനങ്ങൾ സെയിലായിരുന്നു. പക്ഷേ സ്റ്റിൽ ജൂണിലേക്ക് വന്നപ്പോഴേക്കും കുറച്ചും കൂടെ കുറഞ്ഞു. 1,014 വാഹനങ്ങളുടെ വ്യത്യാസമുണ്ട്. 7.15% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ആയാലും നമ്മൾ സബ്ഫോമീറ്റർ സെഗ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് കിട്ടിയിട്ടുള്ള ഒരു SUV ഇതാണ്. ഇനി അതിൻ്റെ താഴെ വേറെ സബ് കോമ്പാക്ട് SUV സെഗ്മെൻറ്റ് ഉണ്ട്, ഓർ മൈക്രോ SUVs എന്നൊക്കെ പറയും. ആ ഒരു റേഞ്ചിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല, അത് വൈകാതെ തന്നെ എത്തും. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ടോപ്പ് 3 ആണല്ലോ. ഇനി 2nd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഹ്യുണ്ടായുടെ ക്രെറ്റയാണ്. ക്രെറ്റയ്ക്ക് കഴിഞ്ഞ മാസം അത്യാവശ്യം നന്നായിട്ട് സെയിൽ കിട്ടി. 16,293 വാഹനങ്ങൾ സെയിലാണ് കഴിഞ്ഞ മാസം ലഭിച്ചത്. മെയ് മാസത്തിൽ കുറച്ചുകൂടെ കുറവായിരുന്നു. 14,662 വാഹനങ്ങൾ സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് 1,631 വാഹനങ്ങളുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ 11.12% ഗ്രോത്ത് റേറ്റും ഉണ്ട്. നമ്മളിപ്പോൾ ഈ കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഗ്രോത്ത് റേറ്റ് ഉണ്ട്. രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ലഭിച്ചിട്ടുള്ള ഒരു വണ്ടി കൂടിയാണ് ഹ്യുണ്ടായുടെ ക്രെറ്റ. പിന്നെ ഈ ഒരു പുതിയ ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നതോടുകൂടി ഇതിൻ്റെ സെയിൽസ് പിന്നെ കുറച്ചും കൂടെ മുകളിലേക്കാണ് പോകാൻ തുടങ്ങിയത്. ക്രെറ്റയുടെ സെയിൽസ് ഒരിക്കലും ഡൗൺ ആയില്ലായിരുന്നു. ഒരു 12,000 റേഞ്ചിലൊക്കെ അറ്റ് മിനിമം എല്ലാ മാസവും ഈ വാഹനത്തിന് സെയിൽ വരുമായിരുന്നു. അതിപ്പോൾ ഒരു ഫേസ് ലിഫ്റ്റ് ഇറക്കിയില്ലെങ്കിലും കിട്ടുമായിരുന്നു. ഈ ഫേസ് ലിഫ്റ്റ് ഇറക്കാനുള്ള കാരണവും മാർക്കറ്റ് കുറഞ്ഞൊന്നുമല്ല, അവർ പിന്നെ കുറച്ച് കാലം ആയല്ലോ. അപ്പോൾ പിന്നെ ഇനിയും മാർക്കറ്റ് പതുക്കെ ഡൗൺ ആവണ്ടെന്ന് വിചാരിച്ചാൽ കൊടുത്തു എന്നുള്ളൂ. ഇനി അടുത്തത് നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ടാറ്റ പഞ്ചാണ്. പഞ്ചിൻ്റെ ഇലക്ട്രിക് CNG അങ്ങനെ എല്ലാ പവർ ട്രെയിൻസും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഈ വണ്ടി പിന്നെ കുറേ കാലമായിട്ട് അൺഡിസ്പ്യൂട്ടഡ് കിങ് എന്നൊക്കെ പറയും, ഒരു വ്യത്യാസമില്ല. ചില മാസങ്ങളിലെ ടോപ്പ് 10 വണ്ടികൾ SUVs അല്ലാണ്ട് എല്ലാ വണ്ടികളും വരുന്നതിൽ ടോപ്പ് 10 എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്പർ 1 ആയിരുന്നു. ഈവൻ നമ്മുടെ ജൂൺ മാസത്തിലും ഈ വണ്ടി തന്നെയാണ് നമ്പർ 1. കഴിഞ്ഞ മാസം 18,238 വാഹനങ്ങൾ സെയിൽസ് ആണ് ഇതിന് കിട്ടിയിട്ടുള്ളത്. മെയ് മാസത്തിൽ 18,949 വാഹനങ്ങളുടെ സെയിൽസ് ആണ് ഇതിന് കിട്ടിയത്. 711 വണ്ടികൾ ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ 3.75% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. സംഭവം ചെറിയ വ്യത്യാസമാണ്. ഡീഗ്രോത്ത് ആണെങ്കിൽ പോലും ഈ ലിസ്റ്റിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടാമതായി, അതായത് നമ്മുടെ ഗ്രാൻഡ് വിറ്റാര കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കുറവ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വണ്ടി കൂടിയാണ് പഞ്ച്. അതുകൊണ്ട് വലിയ ഡീഗ്രോത്ത് ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ 18,000 മുകളിൽ സെയിൽസ് കിട്ടാന്ന് പറഞ്ഞാൽ അത്ര മോശം സെയിൽസും അല്ലല്ലോ. ഗൈസ്, അപ്പോൾ ഇതാണ് ടോപ്പ് 10 SUVs വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.